ഹലോ നമസ്കാരം. മൈൻസുമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോൺഫിഡൻസ്? ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ താക്കോലാണ് കോൺഫിഡൻസ്. പലരും നമ്മുടെ ജീവിതത്തിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഒരു ബിലീഫ് മെക്കാനിസമാണ് അവിടെ നടക്കുന്നത് അല്ലേ. നമുക്ക് നമ്മളിൽ തന്നെ ആത്മാർത്ഥമായിട്ടും നമ്മുടെ ആത്മാവിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്താണ് കോൺഫിഡൻസ്? നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും വലുതാണ്, അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ എന്ന ചിന്തയാണോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും മുകളിലുമല്ല താഴെയല്ല. നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ കോൺഫിഡൻസ്. അതാണ് നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സെൽഫ് അവയർനെസ് ആണ്. സ്വയം അവബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ കഴിവ് എന്താണോ, കഴിവ് കേടെന്താണോ, നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ പരിമിതികളെ മറികടന്ന് അത് ഓവർകം ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ സക്സസ് ആവാന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതാണ് സെൽഫ് അവയർനെസ്. കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ എപ്പോഴും അങ്ങനെയായിരിക്കും. അതുപോലെ സെൽഫ് ബിലീഫ് ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിന്റെ ഒരു ധൈര്യത്തിന്റെ ഒരു മെക്കാനിസം ആണല്ലോ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മളെ വിശ്വസിച്ചെങ്കിൽ പിന്നെ ആരാ നമ്മളെ വിശ്വസിക്കുക? അപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതാണ് സെൽഫ് ബിലീഫ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം. കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ എപ്പോഴും സെൽഫ് കെയർ ഉണ്ടായിരിക്കും. നമ്മുടെ ശരീരത്തെ നമ്മൾ കെയർ ചെയ്യണം. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ എപ്പോഴും നോക്കണം. കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, ആത്മവിശ്വാസമുള്ള വ്യക്തികൾ ഡ്രസ്സിങ് നോക്കിയാൽ അറിയാം. വളരെ നീറ്റ് വെൽ ഡ്രസ്ഡ് ആയിരിക്കും അവർ. അങ്ങനെ ഒരുമാതിരി ഡ്രസ്സിലൊന്നും അവർ ഒരിക്കലും ഒരാളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല. അവരെപ്പോഴും അതിൽ കെയറിങ് ചെയ്യും. അതുപോലെ മെഡിറ്റേഷൻ, എക്സസൈസ്, യോഗ, ഇതൊക്കെ നമ്മുടെ ശരീരം നമ്മൾ നോക്കണം. പിന്നെ വാരി വലിച്ച് ഫുഡ് കഴിക്കുക, അങ്ങനെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. അതാണ് സെൽഫ് കെയർ. പിന്നെ സെൽഫ് എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസും സെൽഫ് എക്സ്പ്രഷനും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ നമുക്ക് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ദേഷ്യം വന്നാലും നമുക്ക് സങ്കടം വന്നാലും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. അതിൻ്റെ ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതാണ് കോൺഫിഡൻസിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകൾ എന്ന് പറയുന്നത്. പിന്നെയും കോൺഫിഡൻസിന് കുറേ മേഖലകളുണ്ട്. കോൺഫിഡൻസ് ഓൺ നോളേജ്. ഒരാൾക്ക് സ്വന്തം അറിവിലുള്ള വിശ്വാസമാണ്. സ്വന്തം അറിവിൽ വിശ്വാസമുള്ള ആൾ എഡ്യൂക്കേഷനായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് മുൻപന്തിയിലായിരിക്കും. റാങ്കുകൾ വാങ്ങാൻ അവർക്ക് സാധിക്കും. പിന്നെ കോൺഫിഡൻസ് ഓൺ സ്കില്ല്, സ്വന്തം കഴിവിലുള്ള വിശ്വാസം. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള വ്യക്തികൾക്ക് എന്താണ്, അവൻ്റെ കഴിവ് കൊണ്ട് അവന് ഒരുപാട് ഉയരങ്ങളിലെത്തും. ഇന്ന് നമ്മൾ കാണുന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ്, ആത്മവിശ്വാസം കൊണ്ടാണ് എല്ലാം സാധിച്ചെടുത്തിട്ടുള്ളത്. നമുക്കൊരു ധൈര്യം വേണം, നമുക്കൊരു വിശ്വാസം വേണം. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഓൺ ഇൻ്റലിജൻസ്. അവൻ്റെ ബുദ്ധിയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്ന് അവനെ അറിയാം. അതാണ് കോൺഫിഡൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഓൺ ഫീലിംഗ് ആണ്. നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്തുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഒരാളോട്, നമ്മുടെ അയൽവക്കക്കാരുണ്ടെങ്കിലും എപ്പോഴും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. നമുക്കത് അവരോട് പറയണം, പക്ഷെ നമുക്കത് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഫീലിങ്സിലുള്ള ഇമോഷൻസിൻ്റെ മേലിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ ആ കോൺഫിഡൻസും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ കോൺഫിഡൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2-3 കാര്യങ്ങളുണ്ട്, 2-3 ഘടകങ്ങളുണ്ട് കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണത് എങ്ങനെയൊക്കെയാണെന്ന്. ഒന്ന് നമ്മൾ എക്സ്പീരിയൻസിലൂടെ എന്ന് ഞാൻ പറഞ്ഞു, അതായത് അനുഭവങ്ങളിലൂടെ. അതെങ്ങനെയാണ് അനുഭവങ്ങളിലൂടെ? നിങ്ങളിപ്പോൾ ഒരു കഷ്ടപ്പാട് അറിഞ്ഞ കുടുംബത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പം നിങ്ങൾ പൈസ ഭാവിയിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ പൈസ ചിലവാക്കണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ലൈഫിൽ ഞാൻ എന്തായാലും സക്സസ് ആവും, അതിന് ഞാൻ എന്തായാലും ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗോളിൽ നിങ്ങൾ പരിശ്രമിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അച്ചീവ് ചെയ്യും. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് നിങ്ങൾ അച്ചീവ് ചെയ്യും. അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെ ഉള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതെന്താണ് എൻവയോൺമെൻറ്റ്? ചുറ്റുപാട്. ഇപ്പോൾ നിങ്ങളുടെ 4 ഫ്രണ്ട് സർക്കിളാണെന്ന് വിചാരിച്ചു, 3 പേരും എന്തിലും വിജയിക്കുന്ന ആൾക്കാരാണ്.
3 പേരും. അപ്പൊ 4ാമത്തെ വിജയിക്കുന്ന വ്യക്തി ആരായിരിക്കും? നിങ്ങളായിരിക്കും. അതുപോലെ ഡോക്ടർമാരുടെ മക്കള് ഡോക്ടറായിട്ട് മാറാനാണ് ഭൂരിഭാഗം ശ്രമിക്കുക. അതുപോലെ ടീച്ചർമാരുടെ മക്കള് ടീച്ചറായിട്ട് മാറാനാണ് ഭൂരിഭാഗം ശ്രമിക്കുക. ഏകദേശം അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഏത് ചുറ്റുപാടിലാണോ വളർന്നു വന്നത് ആ ചുറ്റുപാടിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അപ്പൊ നമ്മൾ ആ ചുറ്റുപാട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും റിലേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഏത് കാറ്റഗറിയിലുള്ളവരാണെന്ന് നിങ്ങൾ ഒരു റെക്കഗ്നൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. നിങ്ങളെ കുടുംബക്കാർ എപ്പോഴും കഷ്ടപ്പെടാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ച് അറേഞ്ച് ചെയ്ത് എങ്ങനെ കടം വാങ്ങിയിട്ടൊക്കെ ജീവിച്ച ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വളർന്നു വന്നെങ്കിൽ നിങ്ങളും ഭാവിയിൽ അതുപോലെ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് അങ്ങനെ മാറും. അത് നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടാണ്. അപ്പോൾ ചുറ്റുപാട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ ഒരു ബേസിക് ഫോർമേഷൻ ആണ്. അതായത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആക്ട് ആസ് ഇഫ്. എന്താണ് ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലും ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതായി എന്ന് പറഞ്ഞ് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നിങ്ങളൊരു റൂമിൽ, ഞാനൊരു ചെറിയ ടിപ്പാണ് പറയുന്നത്, നിങ്ങളൊരു റൂമിൽ ഇരുന്നിട്ട് നിങ്ങളതായ പോലെ സംസാരിക്കുക. ഇപ്പം എനിക്കൊരു മോട്ടിവേറ്റർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു റൂമിൽ ഇരുന്നിട്ട് മോട്ടിവേഷൻ സംസാരിക്കുന്ന പോലെ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ സംസാരിക്കുക. അപ്പം ഞാനത് ആവും. ഓൾറെഡി ഞാനത് ആയി കഴിഞ്ഞു എന്ന രീതിയിൽ വേണം, ഞാൻ അത് ഫീൽ ചെയ്തിട്ട് വേണം ഞാനത് സംസാരിക്കാൻ. അങ്ങനെ ഞാൻ അതിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്ത ഒരു ദിവസം ഞാനതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആരാവാനാണോ ആഗ്രഹിക്കുന്നത് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും സംഭവിച്ചിരിക്കും. അപ്പോൾ അതാണ് ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ റോൾ മോഡൽ ആക്കാൻ ഒരുപാട് സക്സസ് ആയ പേഴ്സൺസിനെ തിരഞ്ഞെടുക്കുക. അവരെ പോലെ നിങ്ങൾ ആവാൻ ശ്രമിക്കുക. അതും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഫാക്ടറാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ആവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, നമ്മുടെ ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുണ്ട് എപ്പോഴും ഫോണിൽ നോക്കി ആടിക്കുഴഞ്ഞിട്ടൊക്കെ ആയിരിക്കും, കണ്ണൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആടിക്കുഴഞ്ഞ് ഒരാളോട് സംസാരിക്കുമ്പോൾ ആടിക്കുഴഞ്ഞിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കോൺഫിഡൻ്റ് ആണെന്ന് പറയൂ? ഒരിക്കലും ഇല്ല. കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ സ്ട്രൈറ്റ് ആയിട്ടാണ് സംസാരിക്കുക. ഏതൊരു വ്യക്തിയോടും സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ആ പോസ്റ്റർ, നമ്മുടെ ബോഡി പോസ്റ്റർ, ബോഡി മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കണം കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. അതിന് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നീറ്റ്, വെൽ ഡ്രസ്ഡ് ആയിരിക്കും. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ മുൻപന്തിയിലായിരിക്കും. ആരോടും അവർക്ക് എന്തും ചോദിക്കാൻ ഒരു പേടി ഉണ്ടാവില്ല, ഒരു ഷൈനെസ് ഉണ്ടായിരിക്കില്ല. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവർക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അവർക്ക് കുറേ കഴിവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ അവർക്കൊരു സ്വയം ധൈര്യമില്ല. അതാണ് പറയണത്. സ്വന്തം കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻസ് ആവേണ്ട വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും, നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരായാലും, തൊഴിൽ മേഖലയിലത്തെ ആൾക്കാരായാലും, നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന കൂട്ടുകെട്ടുകളോ റിലേഷൻഷിപ്പോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക. കാരണം അവരിൽ നിന്ന് നമുക്കൊന്നും ഇങ്ങോട്ട് ഇൻകം കിട്ടുന്നില്ല. നെഗറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പോട് നമുക്കൊരു യൂസും ഇല്ല. അപ്പം നമ്മൾ എന്ത് വേണം? പോസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിനെ തിരഞ്ഞെടുക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പീപ്പിൾസിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാക്കാൻ പറ്റും, സക്സസ് കൊണ്ടുവരാൻ പറ്റും. നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തികളാവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ വിശ്വസിക്കണം. എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആവുള്ളൂ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ തളർത്താൻ ആർക്കും പറ്റില്ല.
നമ്മളെ കുറ്റപ്പെടുത്തിയവർക്കോ ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ എപ്പോഴും ഡിബേറ്റ് ചെയ്യാൻ, അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയാനും ധൈര്യമുള്ളവരായിരിക്കും. അവർക്ക് ആരോടും പറയാൻ ഒരു പേടി ഉണ്ടാവില്ല. അപ്പോൾ ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അവരുടെ എക്സ്പ്രഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. സെൽഫ് എസ്റ്റീം കൂടുതലായിട്ടുള്ളവരായിരിക്കും. ആത്മാഭിമാനം ഉള്ളവരായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു ലൈഫ് സക്സസ്സും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ എപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. ഐ എം കോൺഫിഡൻറ്റ്, ബി കോൺഫിഡൻറ്റ് എന്ന് നിങ്ങൾ എപ്പോഴും പറയുക. അപ്പോൾ നിങ്ങളെ തളർത്താൻ ആർക്കും പറ്റില്ല. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.